അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ പലപ്പോഴായിട്ട് യൂട്യൂബിലും മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ടാകും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട്. ഇതിൻ്റെ ഇസ്ലാമിക് വേ എന്താണെന്ന് ആ സമയത്ത് പലരും ചിന്തിക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ വിത്ത് അള്ളാഹ്. ഇറ്റ് ബേസ്ഡ് ഓൺ അവർ സ്പിരിച്വാലിറ്റി. അള്ളാഹുമായിട്ടുള്ളൊരു കണക്ഷനാണ് ശരിക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതൊരു പക്ഷേ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന പലരും പറഞ്ഞിട്ടുണ്ടാകും ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ് എന്നൊക്കെ. ശരിക്കും ഈ പ്രപഞ്ചവും അതിലുള്ള മുഴുവനും സൃഷ്ടിച്ച അള്ളാഹു തആല തന്നെ സൃഷ്ടിച്ച ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതിൽ പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സലല്ല ഒന്നും കൊണ്ടു തരുന്നത്, ഇത് അള്ളാഹു തആലയാണ്. ഇത് നമ്മളൊരു വിശ്വാസി എന്ന നിലക്ക് ഈ കാര്യമാണ് നമ്മൾ ഉറച്ച് ചിന്തിക്കേണ്ടത്, ഉറച്ച് മനസ്സിലുറപ്പിക്കേണ്ടത്. എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിച്ച ഈ ലോകം ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സലൊന്നും തരുന്നില്ല. പക്ഷേ എനിക്ക് വേണ്ട എന്തും തരാനുള്ള കഴിവ് ഈ യൂണിവേഴ്സലും ഈ പ്രപഞ്ചവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള നിയമം പോലും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു തആലക്ക് കഴിവുണ്ട് എന്നതാണ് നമ്മളൊരു വിശ്വാസി എന്ന നിലയിൽ ചിന്തിക്കേണ്ടത്. ലോ ഓഫ് അട്രാക്ഷന് നമ്മൾ ഇസ്ലാമിക്കലി നമ്മൾ വിശ്വാസികൾക്ക് മാത്രമല്ല ഏതൊരാൾക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു പ്രാപഞ്ചിക നിയമമാണ്. അള്ളാഹു തആലാൻ്റെ ഒരു വിശേഷണമാണല്ലോ യാ റഹ്മാൻ എന്നത്. വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും ഒരുപോലെ ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു തആല. അതുകൊണ്ട് തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷന് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് വേണ്ടുന്നതെല്ലാം തരാനുള്ള കഴിവ് എൻ്റെ അള്ളാഹു തആലക്കുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് വേണ്ടത്. അറബിയിലൊരു കോട്ട്സ് ഉണ്ട്, മൻ ജദ്ദ വജദ, പരിശ്രമിക്കുന്നവന് വിജയിക്കുമെന്ന്. നമ്മൾ എന്ത് കാര്യത്തിലും എത്രത്തോളം നമ്മുടെ പരിശ്രമം ഇടുന്നുണ്ടോ അതിലാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മുടെ ചിന്തകൾ അതുപോലെ നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിപ്പിക്കുന്നത്. നമ്മൾ അള്ളാഹു തആലാനെ കുറിച്ചിട്ട്, നമ്മളെ പ്രാർത്ഥനയെക്കുറിച്ചിട്ട്, നമ്മുടെ ദുആയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മളിലെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചിട്ടൊരു നല്ല വിശ്വാസം, ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നതൊക്കെ നമ്മുടെ റബ്ബ് നമുക്ക് നൽകും. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവനക്ക് ഞാൻ എന്നാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആലാനെ കുറിച്ചിട്ട് നല്ല ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും തരാനുള്ള കഴിവ് അള്ളാഹു തആലാക്കുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അത് നമുക്ക് ഈ പ്രപഞ്ചത്തിലൂടെ, ഈ ലോകത്തിലൂടെ അള്ളാഹു തആല നമുക്ക് തരും എന്നുള്ള അതിയായ വിശ്വാസവും നമ്മളിലുണ്ടാകുക. നമ്മൾ ചിന്തകൾ എത്ര പോസിറ്റീവാണോ അതിനനുസരിച്ചായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നമ്മളിൽ വരുന്ന വാക്കുകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തകൾ എത്രത്തോളം പോസിറ്റീവാകുന്നോ അതുപോലെ ആയിരിക്കും നമ്മുടെ വാക്കുകൾ, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹു തആലയിൽ നല്ലൊരു വിശ്വാസം വെച്ച് പുലർത്തുക. ഞാൻ എൻ്റെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കുക. ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, സ്വന്തമായിട്ട് മാറ്റം ആഗ്രഹിക്കാത്ത ജനതയെ അള്ളാഹു തആല മാറ്റുകയില്ല എന്ന്. അതാണ് ഓരോരുത്തരും നമ്മളിൽ എത്രത്തോളം മാറ്റം ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറ്റുക. ഇത് അള്ളാഹു തആല അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം അള്ളാഹു തആല തരും. അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിച്ചേ കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ലോ ഓഫ് അട്രാക്ഷന് 5 നിയമങ്ങളാണല്ലോ ലോ ഓഫ് അട്രാക്ഷന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് വെച്ചിരിക്കുകയും ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹു തആല ഒരു ഹദീസിൽ
ഖുദ്സിയായിട്ടുള്ള ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് ഭാവനയാണുള്ളത് അവന് അതുപോലെ ആയിരിക്കും ഞാനെന്ന്. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും നമുക്ക് അല്ലാഹു തആല അത് നൽകും. എന്തിനെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? മനുഷ്യരെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് മാറ്റിയിട്ട് നമ്മൾ തന്നെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് പോസിറ്റീവ് ചിന്ത എന്നുള്ളത്. ആ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടാവാൻ പോകുന്നത്. സൂറത്ത് ത്വലാഖിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വല്ലവനും അള്ളാഹുവിന് ഭരം ഏൽപ്പിക്കുന്നുവോ അവന് അല്ലാഹു തആല മതിയാവുന്നവനാണ് എന്ന്. നമ്മുടെ എന്ത് കാര്യവും അല്ലാഹു തആല എനിക്കിത് സാധ്യമാക്കി തരും എന്നുള്ള നമ്മുടെ ദൃഢമായിട്ടുള്ള വിശ്വാസവും അതുപോലെ നമ്മൾ 100% അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും വിജയം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. രണ്ടാമത്തെ കാര്യമാണല്ലോ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഖുറാനിൽ തന്നെയാണ്. അതിന് ശേഷമായിരിക്കും ലോകത്ത് ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടന്നിട്ട് പോലും ഉണ്ടാവുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നന്ദി ചെയ്യുന്നവന് ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു തആല എന്താണോ നൽകിയിട്ടുള്ളത് ആ കാര്യങ്ങളിലൊക്കെ നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതിനും അല്ലാഹു തആലാനോട് നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ ആ നന്ദി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് പരിശ്രമം. നമ്മൾ എന്ത് കാര്യത്തിനും അത്യാവശ്യമാണ് പരിശ്രമം. നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്ത് ആശിച്ചിരുന്നാൽ പോരാ. അതിന് നമ്മളെയൊക്കെ കഴിയുന്ന എല്ലാ എഫേർട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുക. ബാക്കിയുള്ളത് അല്ലാഹു തആല നമുക്ക് തരും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ നല്ല സത്യസന്ധമായിട്ട് ഉറച്ചു വിശ്വസിക്കുക. അടുത്ത ഒരു പോയിൻ്റാണ്, ഒരിക്കലും നമ്മൾ നിരാശരാവരുത്. നമ്മളിപ്പോൾ ദുആ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇതെനിക്ക് തരുമോ തരൂലേ എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവരുത്. എനിക്കിതിൻ്റെ റബ്ബ് തരും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കുക. ഒരിക്കലും നമ്മളങ്ങനെ നിരാശയാകുമ്പോൾ നമ്മുടെ ചിന്തകൾ ബലഹീനാകും. അപ്പം നമ്മുടെ തോട്ട് വൈബ്രേഷനും ബലഹീനാകും. ചിന്തകളുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം ഇതെനിക്ക് ലഭിക്കും എന്നുള്ളത്. ഒരിക്കലും നമ്മൾ ആ കാര്യത്തിൽ നമ്മളെ നിരാശ കാണിക്കരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്നാണ് അല്ലാഹു തആല ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷന് നമ്മളെ ഏതൊരു വ്യക്തിക്കും ഏതൊരു മനുഷ്യൻക്കും വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അല്ലാഹു തആല ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് വേണ്ടി അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുള്ള ഒരു ലോ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉറച്ച വിശ്വാസം നമ്മൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറിച്ചിട്ടുള്ള ഈ ഇസ്ലാമിക്കായിട്ടുള്ള വശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.